നമസ്തേ. ഇന്ന് നമ്മുടെ ക്ലാസ് കമ്പ്യൂട്ടർ ഫണ്ടമെന്റൽ ക്ലാസ്സില് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് കമ്പ്യൂട്ടറിന്റെ ക്ലാസിഫിക്കേഷൻ എന്ന സെക്ഷനാണ് നമുക്ക് ഇന്ന് പഠിക്കാൻ ഉള്ളത്. വർക്കിംഗ് പ്രിൻസിപ്പിൾ അനുസരിച്ച് അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് പ്രിൻസിപ്പിൾ അനുസരിച്ച് കമ്പ്യൂട്ടറിന്റെ പ്രവർത്തന തത്വം അനുസരിച്ച് കമ്പ്യൂട്ടറിനെ മൂന്നായി തരംതിരിക്കാം. 3 ടൈപ്സ്. കമ്പ്യൂട്ടറിന്റെ ഓപ്പറേറ്റിംഗ് പ്രിൻസിപ്പിൾ അനുസരിച്ച് അല്ലെങ്കിൽ പ്രവർത്തന തത്വം അനുസരിച്ച് കമ്പ്യൂട്ടറിനെ എത്രയായി തിരിക്കാം? മൂന്നായി തിരിക്കാം. Computers are classified on the basis of operating principles. Computers are classified on the basis of operating principles. കമ്പ്യൂട്ടറിന്റെ പ്രവർത്തന തത്വം അനുസരിച്ച് കമ്പ്യൂട്ടറിനെ മൂന്നായി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. അതിലൊന്ന് എന്താണ്? ഡിജിറ്റൽ കമ്പ്യൂട്ടർ. എന്താണ്? ഡിജിറ്റൽ കമ്പ്യൂട്ടർ. 2 അനലോഗ് കമ്പ്യൂട്ടർ. ഡിജിറ്റൽ കമ്പ്യൂട്ടർ. 2 അനലോഗ് കമ്പ്യൂട്ടർ. 3 ഹൈബ്രിഡ് കമ്പ്യൂട്ടർ. അപ്പൊ ഡിജിറ്റൽ കമ്പ്യൂട്ടർ, അനലോഗ് കമ്പ്യൂട്ടർ, ഹൈബ്രിഡ് കമ്പ്യൂട്ടർ. ഒന്നുകൂടെ പറയാം. ഡിജിറ്റൽ കമ്പ്യൂട്ടർ, അനലോഗ് കമ്പ്യൂട്ടർ, ഹൈബ്രിഡ് കമ്പ്യൂട്ടർ. അതിൽ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിജിറ്റൽ കമ്പ്യൂട്ടറിനെ കുറിച്ചാണ്. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏത് കമ്പ്യൂട്ടർ? ഡിജിറ്റൽ. 1 ഡിജിറ്റൽ കമ്പ്യൂട്ടർ. അപ്പൊ ഡിജിറ്റൽ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്ന ആ കമ്പ്യൂട്ടറിനെയാണ് നമ്മൾ ഡിജിറ്റൽ കമ്പ്യൂട്ടറിന്റെ കൂട്ടത്തിൽ പഠിക്കുന്നത്. എന്തുകൊണ്ടാണ് അതിനെ ഡിജിറ്റൽ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്? ഡിജിറ്റൽ കമ്പ്യൂട്ടറിന്റെ ഏതുതരം ഡേറ്റയായിരുന്നാലും, ചിലപ്പോൾ ചിത്രങ്ങളായിരിക്കാം, ചിലപ്പോൾ മ്യൂസിക് ആയിരിക്കാം, ചിലപ്പോൾ വീഡിയോ ആയിരിക്കാം, ചിലപ്പോൾ അക്ഷരങ്ങളായിരിക്കാം, അക്കങ്ങളായിരിക്കാം, എന്തോ ആയിക്കൊണ്ടോട്ടെ, ഏതു തരം ഡേറ്റയായിരുന്നാലും അതിൽ സ്റ്റോർ ചെയ്യുന്നതും പ്രോസസ് ചെയ്യുന്നതും ഡിജിറ്റൽ രൂപത്തിൽ, പൂജ്യങ്ങളും ഒന്നുകളുമായിട്ടാണ്. ഇപ്പൊ യേശുദാസിന്റെ പാട്ട് അതിലിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ വീഡിയോയിലിരിക്കുന്നു, അല്ലെങ്കിൽ സിനിമയുടെ വീഡിയോയിലിരിക്കുന്നു, നിങ്ങളുടെ ചിത്രം ഇരിക്കുന്നു. ഇതെല്ലാം പൂജ്യങ്ങളും ഒന്നുകളുമായിട്ടാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. Every kind of data is stored and processed as numbers using binary codes 0 and 1. Every kind of data, ഏത് തരം ഡാറ്റ ആയിരുന്നാലും, അത് ഇമേജ് ആയിക്കോട്ടെ, വീഡിയോ ആയിക്കോട്ടെ, ഡിജിറ്റ് ആയിക്കോട്ടെ, ക്യാരക്ടർ ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ. അപ്പൊ ആ ഏതു തരം ഡേറ്റ ആയിരുന്നാലും എവരി കൈൻഡ് ഓഫ് ഡേറ്റ ഈസ് സ്റ്റോർഡ്, അതിൽ സംഭരിക്കുന്നത്, അതിൽ സൂക്ഷിക്കുന്നത് എന്താണ്? ആൻഡ് പ്രോസസ്ഡ്, അതിനെ പ്രോസസ് ചെയ്യുന്നതും ഏതാണ്? ഈസ് നമ്പർ യൂസിങ് ബൈനറി കോഡ്സ്. അപ്പൊ ഏതു തരം ഡേറ്റ ആയിരുന്നാലും ആ ഡേറ്റ സ്റ്റോർ ചെയ്യുന്നതും പ്രോസസ് ചെയ്യുന്നതും എല്ലാം ഡിജിറ്റൽ രൂപത്തിലാണ്, ബൈനറി രൂപത്തിലാണ്, പൂജ്യങ്ങളും ഒന്നുകളുമായിട്ടാണ്. മനസ്സിലായല്ലോ? അപ്പൊ എവരി കൈൻഡ് ഓഫ് ഡാറ്റ ഈസ് സ്റ്റോർഡ് ആൻഡ് പ്രോസസ്ഡ് ആസ് നമ്പേഴ്സ് യൂസിങ് ബൈനറി കോഡ്സ് or 0 and 1. അപ്പൊ അതുകൊണ്ടാണ് ഇതിനെ ഡിജിറ്റൽ കമ്പ്യൂട്ടർ എന്ന് വിളിക്കുന്നത്. അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറുകൾ ലാപ്ടോപ്പ് ആയിരുന്നാലും, ഡെസ്ക് ടോപ്പ് ആയിരുന്നാലും, ടാബുകളായിരുന്നാലും,
അതുപോലെ തന്നെ നിങ്ങളുടെ മൊബൈലുകളായിരുന്നാലും അതിലെല്ലാ ഡാറ്റയും അതിലിരിക്കുന്നത് എന്തായിട്ടാണ്? പൂജ്യങ്ങളും ഒന്നുകളുമായിട്ടാണ്. അത് ഔട്ട്പുട്ട് യൂണിറ്റിൽ വരുമ്പോഴാണ് നമുക്ക് റീഡ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഹ്യൂമൻ ബീയിങ്സിന് റീഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള രൂപമാകുന്നത്, അല്ലെങ്കിൽ ആ ഫോമായി മാറുന്നത്. അപ്പോൾ ഡിജിറ്റൽ കമ്പ്യൂട്ടർ എല്ലാവർക്കും മനസ്സിലായി. നമ്മൾ അടുത്തായിട്ട് പഠിക്കാൻ പോകുന്നത് അനലോഗ് കമ്പ്യൂട്ടർ. എന്ത് കമ്പ്യൂട്ടറാണ്? അനലോഗ് കമ്പ്യൂട്ടർ. അപ്പൊ അനലോഗ് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടോ? എല്ലാവരും കണ്ടിട്ടില്ല. കാര്യം ഇത് കൂടുതലും സയന്റിഫിക് പർപ്പസിനാണ് ഉപയോഗിക്കുന്നത്. ശാസ്ത്രീയ ഗവേഷണങ്ങൾക്കും ശാസ്ത്രീയ ആവശ്യങ്ങൾക്കും വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. കാര്യം ഇതിലെല്ലാം മെഷറാണ്, മെഷർമെന്റ് ആണ്, അളവാണ്, അല്ലെങ്കിൽ ഒരു ക്വാണ്ടിറ്റിയാണ് കാണിക്കുന്നത്. അപ്പോൾ അത്തരം കമ്പ്യൂട്ടറുകളെയാണ് അനലോഗ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ അനലോഗ് കമ്പ്യൂട്ടർ ദാറ്റ് റെപ്രസെന്റ്സ് ഇൻഫർമേഷൻ ബൈ വേരിയബിൾ ക്വാണ്ടിറ്റീസ്. അതിന് ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്തിരിക്കുന്ന വേരിയബിൾ ക്വാണ്ടിറ്റീസ് ആയിട്ടാണ്. അപ്പോ അത് ചിലപ്പോൾ പ്രഷർ ആകാം, ടെമ്പറേച്ചർ ആകാം, ആക്സിലറേഷൻ ആകാം, സ്പീഡ് ആകാം, ഡിസ്പ്ലേസ്മെന്റ് ആകാം, ഫോഴ്സ് ആകാം. ഇങ്ങനെ ഒരു കമ്പ്യൂട്ടർ ദാറ്റ് റെപ്രസെന്റ്സ് ഇൻഫർമേഷൻ ബൈ വേരിയബിൾ ക്വാണ്ടിറ്റീസ്, അങ്ങനെയുള്ള കമ്പ്യൂട്ടറിനെയാണ് നമുക്ക് എന്താ പറയുന്നത് അനലോഗ് കമ്പ്യൂട്ടർ. ഒന്നുകൂടെ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ സയന്റിഫിക് പർപ്പസിന്, അല്ലെങ്കിൽ ശാസ്ത്രീയ ആവശ്യങ്ങൾക്ക് വേണ്ടി, അല്ല ഒരു ലെറ്റർ ടൈപ്പ് ചെയ്യാൻ വേണ്ടി നമുക്കിപ്പോ ഏത് വേണ്ട? ഈ പറയുന്ന അനലോഗ് കമ്പ്യൂട്ടർ വേണ്ട. അപ്പൊ സയന്റിഫിക് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ക്വാണ്ടിറ്റി മെഷർ, ക്വാണ്ടിറ്റി റെപ്രസെന്റ് ചെയ്യുന്ന അത്തരം കമ്പ്യൂട്ടറുകളെയാണ് നമ്മൾ എന്ത് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്? അനലോഗ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. ഇനി 3 ഹൈബ്രിഡ് കമ്പ്യൂട്ടർ. നിങ്ങൾക്കറിയാം ഹൈബ്രിഡ് എന്നുള്ള വാക്കെല്ലാം അറിയാലോ, എല്ലാവർക്കും അറിയാലോ. എത്രയോ ഇപ്പൊ ഇതുവരെയുള്ള ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾ ഒരുപാട് ഹൈബ്രിഡ് പഠിച്ചിട്ടുണ്ട്. സങ്കരം അല്ലെ? ഇപ്പൊ നെല്ല് തന്നെ അയ്യാറട്ടജയ, അന്നപൂർണ, ത്രിവേണി, രോഹിണി, കാർത്തിക, ഇങ്ങനെ ഒരുപാട് നെല്ലിനാണ് പറഞ്ഞു. ഗോതമ്പ് തന്നെ സർബതി, സൊണോറ, 61, ഗിരിജ, സോണാലിക, ഇങ്ങനെ ഒരുപാട് ഗോതമ്പിനാണ്. CO 997 കരിമ്പ്, പന്നിയൂർ 1 കുരുമുളക്, അവനെ നമ്മുടെ പശുക്കള് തന്നെ സുനന്ദിനി, കേരളത്തിലെ ഇടുക്കിയിലെ മാട്ടുപ്പെട്ടിയിലെ ഇൻഡോസിസ് പ്രോജക്റ്റിൽ വികസിപ്പിച്ചെടുത്ത ഒരു സങ്കരയിനം പശുവാണ് സുനന്ദിനി. എരുമ, മുറ, ഇങ്ങനെ. അപ്പൊ അതുപോലെ ഇത് അതുമായിട്ട് ബന്ധമില്ല. അതുപോലെ ആ സങ്കരം ഹൈബ്രിഡ് എന്ന് വെച്ചാൽ 2 വ്യത്യസ്ത ഇനം തമ്മിൽ യോജിപ്പിക്കുന്നതിനെയാണ് നമ്മൾ ഹൈബ്രിഡ് എന്ന് പറയുന്നത്. അതുപോലെ നോക്കൂ, ഈ ഹൈബ്രിഡ് കമ്പ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ഡിജിറ്റൽ കമ്പ്യൂട്ടറിന്റെയും അനലോഗ് കമ്പ്യൂട്ടറിന്റെയും ചില നല്ല ക്യാരക്ടേഴ്സിനെ, ആവശ്യമുള്ള ക്യാരക്ടേഴ്സിനെ തമ്മിൽ യോജിപ്പിച്ചുകൊണ്ട് ഒരൊറ്റ കമ്പ്യൂട്ടർ ആക്കി വെച്ചിരിക്കുന്നത്. അത്തരം കമ്പ്യൂട്ടറിനെയാണ് നമ്മുടെ അനലോഗ് കമ്പ്യൂട്ടർ. അപ്പൊ അതിന് ഇതിന്റെ നല്ല ഡിജിറ്റൽ കമ്പ്യൂട്ടറിന്റെ നല്ല ഗുണങ്ങളും കാണും, അനലോഗ് കമ്പ്യൂട്ടറിന്റെ നല്ല ഗുണങ്ങളും കാണും. അപ്പൊ a computer that features the best characteristics of the analog computer and digital computer. അപ്പോ അനലോഗ് കമ്പ്യൂട്ടറിന്റെയും ഡിജിറ്റൽ കമ്പ്യൂട്ടറിന്റെയും നല്ല ബെസ്റ്റ് ക്യാരക്ടേഴ്സിനെ സമന്വയിപ്പിച്ചുകൊണ്ട് ഇതാ പുതിയ ഒരു സങ്കര ഇനം കമ്പ്യൂട്ടർ, അതിനെ നമ്മള് ഹൈബ്രിഡ് കമ്പ്യൂട്ടർ എന്ന് പറയും. അത് പ്രത്യേക പർപ്പസിന് വേണ്ടിയാണ്, ചില സ്പെഷ്യൽ ടാസ്കിന് വേണ്ടിയുള്ളതാണ്. അപ്പൊ എ കമ്പ്യൂട്ടർ ദാറ്റ് ഫീച്ചേഴ്സ് ദി ബെസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി അനലോഗ് കമ്പ്യൂട്ടർ ആൻഡ് ഡിജിറ്റൽ കമ്പ്യൂട്ടേഴ്സ്. അപ്പോ ഇങ്ങനെ ഒന്നും കൂടെ ഞാൻ പറയാം, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് കമ്പ്യൂട്ടർ.
അതില് കമ്പ്യൂട്ടറിന്റെ പ്രവർത്തന തത്വം അല്ലെങ്കിൽ വർക്കിംഗ് അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് പ്രിൻസിപ്പിൾ അനുസരിച്ച് കമ്പ്യൂട്ടറിനെ മൂന്നായി തരംതിരിക്കുന്നു. 3 types. കമ്പ്യൂട്ടേഴ്സ് ആർ ക്ലാസിഫൈഡ് ഓൺ ദി ബേസിസ് ഓഫ് ഓപ്പറേറ്റിംഗ് പ്രിൻസിപ്പിൾ. അതിൽ ഒന്നാമത്തത് ഡിജിറ്റൽ, 2 അനലോഗ്, 3 ഹൈബ്രിഡ്. അപ്പൊ ഡിജിറ്റൽ കമ്പ്യൂട്ടർ, അനലോഗ് കമ്പ്യൂട്ടർ ആൻഡ് ഹൈബ്രിഡ്. ക്ലാസിഫിക്കേഷൻ ഓഫ് കമ്പ്യൂട്ടർ ഒരിക്കൽ കൂടെ പറയാം. അപ്പൊ ക്ലാസിഫിക്കേഷൻ ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിന്റെ ഓപ്പറേറ്റിംഗ് പ്രിൻസിപ്പിൾ അനുസരിച്ച് കമ്പ്യൂട്ടറിനെ മൂന്നായി തരംതിരിക്കുന്നു. 1 ഡിജിറ്റൽ കമ്പ്യൂട്ടർ, 2 അനലോഗ് കമ്പ്യൂട്ടർ, 3 ഹൈബ്രിഡ് കമ്പ്യൂട്ടർ. അപ്പൊ ഡിജിറ്റൽ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ എല്ലാ ഡാറ്റയും നമ്മൾ ഡിജിറ്റൽ രൂപത്തിലാണ് സ്റ്റോർ ചെയ്യുകയും പ്രോസസ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത്, അല്ലെങ്കിൽ ബൈനറി രൂപത്തിലാണ്, അല്ലെങ്കിൽ 0കളും 1കളുമായിട്ടാണ്. എന്നാൽ അനലോഗ് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ അതില് ആ കമ്പ്യൂട്ടർ റെപ്രസെന്റ്സ് ഇൻഫർമേഷൻ ബൈ വേരിയബിൾ ക്വാണ്ടിറ്റീസ് ആണ്. എന്നുവെച്ചാൽ പ്രഷർ, അതുപോലെ തന്നെ ഡിസ്പ്ലേസ്മെന്റ്, ടെമ്പറേച്ചർ, അങ്ങനെ അനവധി കാര്യം. അതുപോലെ തന്നെ നമ്മൾ ഹൈബ്രിഡ് കമ്പ്യൂട്ടർ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഈ നമ്മുടെ ബെസ്റ്റ് ക്യാരക്ടേഴ്സ്, അല്ലെങ്കിൽ ഈ പറയുന്ന ഡിജിറ്റൽ കമ്പ്യൂട്ടറിന്റെയും അനലോഗ് കമ്പ്യൂട്ടറിന്റെയും ബെസ്റ്റ് ക്യാരക്ടേഴ്സിനെ തമ്മിൽ സംയോജിപ്പിച്ചുകൊണ്ടുള്ള കമ്പ്യൂട്ടറിനെയാണ് നമ്മൾ ഹൈബ്രിഡ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിജിറ്റൽ കമ്പ്യൂട്ടറിനെ കുറിച്ച്. വീണ്ടും ഡിജിറ്റൽ കമ്പ്യൂട്ടറിനെ കുറിച്ച് ആണ് നമ്മൾ വീണ്ടും പഠിക്കാൻ പോകുന്നത്. ഈ ഡിജിറ്റൽ കമ്പ്യൂട്ടറിനെ, ഏത് കമ്പ്യൂട്ടറിനെ? ഡിജിറ്റൽ കമ്പ്യൂട്ടറിനെ അതിന്റെ വീണ്ടും 2ആയി തരംതിരിക്കുന്നു. വീണ്ടും 2ആയി തരംതിരിക്കുന്നു. 1 പർപ്പസ് വൈസ് കമ്പ്യൂട്ടേഴ്സ്, പർപ്പസ് വൈസ്. 2 സൈസ് ആൻഡ് പെർഫോമൻസ് വൈസ് കമ്പ്യൂട്ടർ. അപ്പൊ പർപ്പസ് വൈസ് കമ്പ്യൂട്ടർ, സൈസ് ആൻഡ് പെർഫോമൻസ് വൈസ് കമ്പ്യൂട്ടർ. ഏത് കമ്പ്യൂട്ടറിനെ? ഡിജിറ്റൽ കമ്പ്യൂട്ടറിനെ വീണ്ടും 2ആയി തരംതിരിക്കുന്നു. 1 പർപ്പസ് വൈസ് കമ്പ്യൂട്ടർ, 2 സൈസ് ആൻഡ് പെർഫോമൻസ് വൈസ് കമ്പ്യൂട്ടർ. അപ്പൊ ഇവിടെ ഈ പർപ്പസ് വൈസ് കമ്പ്യൂട്ടർ ആദ്യം നോക്കാം. അപ്പൊ ഈ പർപ്പസ് വൈസ് കമ്പ്യൂട്ടറിനെ വീണ്ടും നമ്മൾ 2ആയി തരംതിരിക്കാം. പർപ്പസ് വൈസ് കമ്പ്യൂട്ടറിനെ വീണ്ടും 2ആയി തരംതിരിക്കാം. എന്താണ്? സ്പെഷ്യൽ പർപ്പസ് കമ്പ്യൂട്ടർ എന്നും ജനറൽ പർപ്പസ് കമ്പ്യൂട്ടർ. സ്പെഷ്യൽ പർപ്പസ് കമ്പ്യൂട്ടർ എന്നും ജനറൽ പർപ്പസ് കമ്പ്യൂട്ടർ എന്നും. സ്പെഷ്യൽ പർപ്പസ് കമ്പ്യൂട്ടർ, ജനറൽ പർപ്പസ്. അപ്പോ ഡിജിറ്റൽ കമ്പ്യൂട്ടറിനെ 2ആയി തിരിക്കുന്നു. പർപ്പസ് വൈസ് കമ്പ്യൂട്ടറും സൈസ് ആൻഡ് പെർഫോമൻസ് വൈസ് കമ്പ്യൂട്ടർ. അപ്പൊ ഇതില് പർപ്പസ് വൈസ് കമ്പ്യൂട്ടറിനെ വീണ്ടും 2ആയി തിരിക്കുന്നു. സ്പെഷ്യൽ പർപ്പസ് കമ്പ്യൂട്ടറും ജനറൽ പർപ്പസ് കമ്പ്യൂട്ടറും. അതില് ഈ സ്പെഷ്യൽ പർപ്പസ് കമ്പ്യൂട്ടർ എന്താണ്? അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് സ്പെസിഫിക് ടാസ്ക് ചെയ്യാൻ വേണ്ടിയാണ്. ഒരു പ്രത്യേക ജോലി മാത്രം ചെയ്യാൻ വേണ്ടിയാണ്. അപ്പൊ സ്പെഷ്യൽ പർപ്പസ് കമ്പ്യൂട്ടർ ഡിസൈൻഡ് ടു പെർഫോം 2 സ്പെസിഫിക് ടാസ്ക്. ഒരു പ്രത്യേക ജോലിക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറാണ് സ്പെഷ്യൽ എന്ന്. നമ്മൾ സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ ഒരു കാര്യമായിരിക്കും. അപ്പൊ സ്പെഷ്യൽ പർപ്പസ് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ ഒരു ഡിസൈൻഡ് ടു പെർഫോം 2 സ്പെസിഫിക് ടാസ്ക്. അതുപോലെ തന്നെ ഇതില് പെർമനന്റ് ആയിട്ടായിരിക്കും പ്രോഗ്രാം സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം, ആ പർപ്പസ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള പ്രോഗ്രാം, ആ പ്രത്യേക ജോലി ചെയ്യുന്നതിന് വേണ്ടിയുള്ള പ്രോഗ്രാം പെർമനന്റ് ആയിട്ടായിരിക്കും, സ്ഥിരമായിട്ടായിരിക്കും ലോഡ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നു. പിന്നെ ഇതിന്റെ വേറെ സച്ച് കമ്പ്യൂട്ടേഴ്സ് ആർ നോട്ട് വെർസറ്റൈൽ. ഇതിന് പല കാര്യങ്ങളിൽ വൈദഗ്ധ്യം കാണത്തില്ല. ആ സ്പെഷ്യൽ ടാസ്കിന് മാത്രമേ, ആ ടാസ്ക് ചെയ്യാൻ വേണ്ടിയുള്ള വൈദഗ്ധ്യം മാത്രമേ കാണൂ. കാര്യം മറ്റു വർക്കുകൾ ചെയ്യുന്നതിനുള്ള സോഫ്റ്റ്വെയർ അതിലില്ല. അപ്പൊ ഒരു സോഫ്റ്റ്വെയർ ആയിരിക്കും, അത് പെർമനന്റ് ആയിട്ടായിരിക്കും അതിൽ ലോഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ അത് ആ ജോലിക്ക് വേണ്ടി മാത്രമുള്ളതാണ്. അതുകൊണ്ടാണ് സ്പെഷ്യൽ പർപ്പസ് കമ്പ്യൂട്ടർ എന്ന് പറയുന്ന അത്തരം കമ്പ്യൂട്ടറുകളാണ്. അപ്പൊ അത്തരം കമ്പ്യൂട്ടറുകളുടെ കമ്പ്യൂട്ടർ എന്താണ്? വെർസറ്റൈൽ അല്ല. സച്ച് കമ്പ്യൂട്ടേഴ്സ് ആർ നോട്ട് വെർസറ്റൈൽ.
അപ്പൊ ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഡിസൈൻ ടു പെർഫോം ടു സ്പെഷ്യൽ ടാസ്ക് അല്ലെങ്കിൽ സ്പെസിഫിക് ടാസ്ക്. രണ്ടാമത്തെ കാര്യം, ഇതിൽ പെർമനന്റ് ആയിട്ടായിരിക്കും പ്രോഗ്രാം ലോഡ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. സച്ച് കമ്പ്യൂട്ടേഴ്സ് ആസ് നോട്ട് വെർസറ്റൈൽ. ഏത് പർപ്പസ് വൈസ് അല്ല, എന്താണ് ഈ സ്പെഷ്യൽ പർപ്പസ് കമ്പ്യൂട്ടർ. അപ്പൊ അത് പർപ്പസ് വൈസ് കമ്പ്യൂട്ടറിൽ വരുന്നതാണ്. അതിൽ ഒന്നാമത്താണ് സ്പെഷ്യൽ പർപ്പസ് കമ്പ്യൂട്ടർ. ഇത്രയും മനസ്സിലായോ? രണ്ടാമത്തത് ജനറൽ പർപ്പസ് കമ്പ്യൂട്ടർ. പർപ്പസ് വൈസ് കമ്പ്യൂട്ടറിനെ രണ്ടാമതായിട്ട് തരംതിരിക്കുന്നതാണ് ജനറൽ പർപ്പസ് കമ്പ്യൂട്ടർ. പർപ്പസ് വൈസും സ്പെഷ്യൽ പർപ്പസ് വൈസും ജനറൽ പർപ്പസ് കമ്പ്യൂട്ടർ. അപ്പോ ഈ ജനറൽ പർപ്പസ് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രോഗ്രാം ഉണ്ടാകുന്ന വെച്ചാൽ നമ്മളൊക്കെ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ പോലെ. അതിലിപ്പോ വസ്തുവിന്റെ അല്ലെങ്കിൽ വീടിന്റെ പ്ലാൻ വരയ്ക്കുന്ന ഒരാളാണെങ്കിൽ അത്തരം പ്രോഗ്രാം അതിൽ ലോഡ് ചെയ്തിരിക്കും. അല്ലെങ്കിൽ ഒരു പെയിന്റ് ഷോപ്പ് നടത്തുന്ന ആളുണ്ട്, അത് പെയിന്റുമായിട്ട് ബന്ധപ്പെട്ട അതിന്റെ മിക്സിങ്ങുമായിട്ട് ബന്ധപ്പെട്ട പ്രോഗ്രാം ചിലപ്പോൾ ലോഡ് ചെയ്തിരിക്കും. അല്ലെങ്കിൽ ടിക്കറ്റ് കൗണ്ടർ, അല്ലെങ്കിൽ വേർഡ് ടൈപ്പ് ചെയ്യാം, എക്സൽ, പവർ പോയിന്റ്, ആക്സസ്, ഔട്ട്ലുക്ക്, ഇന്റർനെറ്റ്, ഇമെയില്, അതേപോലെ തന്നെ ഫോട്ടോഷോപ്പ്, കോറൽ ഡ്രാ, പേജ് മേക്കർ, ഇങ്ങനെ ഓട്ടോ കാർഡ്, ടാലി, അക്കൗണ്ടിങ് ചെയ്യാൻ വേണ്ടി. അപ്പൊ ഇങ്ങനെ ഒരുപാട് പ്രോഗ്രാമുകൾ ലോഡ് ചെയ്തിരിക്കുള്ള പല പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറിനെയാണ് നമ്മൾ ജനറൽ പർപ്പസ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. അപ്പൊ അത് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പ്രോഗ്രാം ഇതിൽ ലോഡ് ചെയ്തിരിക്കും. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കൗണ്ട്ലെസ് ആപ്ലിക്കേഷൻ. ഇപ്പൊ നമ്മളെ മൊബൈലിൽ ഒരു ജനറൽ പർപ്പസ് അല്ലേ? നിങ്ങൾക്ക് കണക്ക് കൂട്ടാൻ പറ്റും, നിങ്ങൾക്ക് ഡയറി എഴുതാൻ പറ്റും, നിങ്ങൾക്ക് ഫോൺ ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് സൗണ്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റും, ഫോട്ടോ എടുക്കാൻ പറ്റും, വീഡിയോ, ഇങ്ങനെ കൗണ്ട്ലെസ് ആപ്ലിക്കേഷൻസ് ആണ്. ആ ഓരോ വർക്ക് ചെയ്യുന്നതിനും ഓരോ ആപ്ലിക്കേഷൻസ് ആണ്. അപ്പൊ എണ്ണിയാലൊടുങ്ങാത്തത്ര ആപ്ലിക്കേഷൻസ് ആണ് ഇന്ന് ഓരോ കമ്പ്യൂട്ടറിലും ഉള്ളത്. എണ്ണിയാലൊടുങ്ങാത്ത അത്ര ആപ്ലിക്കേഷൻസ് ആണ്. അപ്പൊ ഡിഫറെന്റ് ടൈപ്പ് ആപ്ലിക്കേഷൻസ് ആണ്. അപ്പൊ ഒരുപാട് ജോലികൾ അത് വെച്ച് ചെയ്യാം. അതാണ് ജനറൽ പർപ്പസ് കമ്പ്യൂട്ടർ വാങ്ങിച്ചാൽ നമുക്ക്. അപ്പൊ ക്യാൻ വർക്കിംഗ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രോഗ്രാം, അതുപോലെ തന്നെ കൗണ്ട്ലെസ് ആപ്ലിക്കേഷൻസ്, പിന്നെ അതുപോലെ ഈ പെർമനന്റ് ആയിട്ട് നമുക്ക് സ്റ്റോർ ചെയ്തില്ല ഒരു പ്രോഗ്രാം അങ്ങനെ പെർമനന്റ് വേണമെങ്കിൽ അത് കളഞ്ഞിട്ട് വേറെ എടുക്കാം. എന്തിന് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പോലും മാറ്റിയിട്ട് നമുക്ക് പുതിയ വേറെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എടുക്കാം. ഓപ്പറേറ്റിംഗ് സിസ്റ്റം അറിയാമല്ലോ, ഇപ്പൊ വിൻഡോസ്, ഉബണ്ടു, യുണിക്സ്, ലിനക്സ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതുപോലും മാറ്റിയിട്ട് നമുക്ക് പെർമനന്റ് ആയിട്ട് നമുക്കിപ്പം അതിലൊരു പ്രോഗ്രാം ലോഡ് ചെയ്യണമെന്നില്ല. നിങ്ങൾ മൊബൈലിൽ കണ്ടില്ലേ, സ്ഥലമില്ലാതെ വരുമ്പോൾ ഏതെങ്കിലും വേണ്ടാത്ത ആപ്ലിക്കേഷൻസ് ഒക്കെ ഡിലീറ്റ് ചെയ്തു അല്ലെങ്കിൽ അൺഇൻസ്റ്റാൾ ചെയ്യും. അപ്പൊ പുതിയ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇൻസ്റ്റാൾ ചെയ്യും. ഇപ്പൊ ചൈനയുടെ തന്നെ പ്രോഗ്രാം നിങ്ങളിപ്പോ അൺഇൻസ്റ്റാൾ ചെയ്തില്ലേ, കുറെ പേരൊക്കെ അൺഇൻസ്റ്റാൾ ചെയ്തു. അപ്പൊ അതുപോലെ അപ്പോ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രോഗ്രാം ഉള്ള കമ്പ്യൂട്ടറുകളെയാണ് നമുക്ക് ജനറൽ പർപ്പസ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. അതിൽ കൗണ്ട്ലെസ് ആപ്ലിക്കേഷൻസ് ഉണ്ട്, ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. പിന്നെ പെർമനന്റ് ആയിട്ടല്ല എല്ലാ പ്രോഗ്രാം വേണമെങ്കിൽ എടുക്കാം, പിന്നെ വേണമെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാം, അങ്ങനെയാണ്. അതുപോലെ തന്നെ ഇത് വെഴ്സറ്റൈൽ ആണ്, പല കാര്യങ്ങളിൽ വൈദഗ്ധ്യമുള്ള. എനിക്ക് വേണമെങ്കിൽ ഫോട്ടോഷോപ്പിൽ കയറി ഫോട്ടോ എഡിറ്റ് ചെയ്യാം, വേറെ ആളിന് പേജ് മേക്കറിൽ കയറി DTP ചെയ്യാം, ചില ആളിന് ആനിമേഷൻ ചെയ്യാം, ചിലർക്ക് ലെറ്റർ ടൈപ്പ് ചെയ്യാം, ചിലർക്ക് സ്പ്രെഡ്ഷീറ്റ് ചെയ്യാം, ചിലർക്ക് പ്രസന്റേഷൻ വർക്ക് ചെയ്യാം. ഇങ്ങനെ പലതരത്തിലുള്ള വർക്കുകൾ ചെയ്യാൻ പറ്റുന്ന കമ്പ്യൂട്ടറുകളെയാണ് നമ്മൾ ജനറൽ പർപ്പസ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. അപ്പോ ഒന്നും കൂടെ ഞാൻ പറയാം, നമ്മുടെ കമ്പ്യൂട്ടറിനെ ക്ലാസിഫൈ ചെയ്തു എത്രയായിട്ട്? 3ആയിട്ട്. എന്തനുസരിച്ച്? ഓപ്പറേറ്റിംഗ് പ്രിൻസിപ്പിൾ അനുസരിച്ച്. ഏതൊക്കെയായിട്ടാണ്? ഡിജിറ്റൽ, അനലോഗ്, ഹൈബ്രിഡ്. അതിൽ ഡിജിറ്റലിനെ വീണ്ടും തരംതിരിച്ചു പർപ്പസ് വൈസ് കമ്പ്യൂട്ടർ എന്ന സൈസ് ആൻഡ് പെർഫോമൻസ് വൈസ് കമ്പ്യൂട്ടർ. ഈ പർപ്പസ് വൈസ് കമ്പ്യൂട്ടറിനെ വീണ്ടും രണ്ടായിട്ടിരിക്കുന്നു, സ്പെഷ്യൽ പർപ്പസ് കമ്പ്യൂട്ടർ എന്നും ജനറൽ പർപ്പസ് കമ്പ്യൂട്ടർ. സ്പെഷ്യൽ പർപ്പസ് കമ്പ്യൂട്ടർ എന്തിനു പറ്റും? സ്പെസിഫിക് ടാസ്കിന് വേണ്ടി. ജനറൽ പർപ്പസോ ഏത് ടാസ്ക് വേണോ, അല്ലെങ്കിൽ ധാരാളം ടാസ്ക് ചെയ്യാം, ഏത് വർക്ക് വേണോ, അല്ലെങ്കിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രോഗ്രാം, കൗണ്ട്ലെസ് ആപ്ലിക്കേഷൻസ് ഉള്ള വെഴ്സറ്റൈൽ ആയിട്ടുള്ള കമ്പ്യൂട്ടറുകളെയാണ് നമുക്ക് ജനറൽ പർപ്പസ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്.
ഇനി അടുത്ത ഈ പറയുന്ന ഡിജിറ്റൽ കമ്പ്യൂട്ടറിനെ വേറെ ഒന്നായിട്ട് തിരിച്ചല്ലോ, സൈസ് ആൻഡ് പെർഫോമൻസ് വൈസ് കമ്പ്യൂട്ടർ. എന്താണ് സൈസ് ആൻഡ് പെർഫോമൻസ് വൈസ് കമ്പ്യൂട്ടർ? അപ്പൊ സൈസ് ആൻഡ് പെർഫോമൻസ് വൈസ് കമ്പ്യൂട്ടറിനെ വീണ്ടും 4 ആയി തിരിക്കുന്നു. സൈസ് ആൻഡ് പെർഫോമൻസ് വൈസ് കമ്പ്യൂട്ടറിനെ 4 ആയി തിരിക്കുന്നു. ഒന്ന് സൂപ്പർ കമ്പ്യൂട്ടർ, രണ്ട് മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ, 3 മിനി കമ്പ്യൂട്ടേഴ്സ്, 4 മൈക്രോ കമ്പ്യൂട്ടേഴ്സ്. അപ്പൊ ഡിജിറ്റൽ കമ്പ്യൂട്ടറിനെ പർപ്പസ് വൈസ് കമ്പ്യൂട്ടർ എന്നും സൈസ് ആൻഡ് പെർഫോമൻസ് വൈസ് കമ്പ്യൂട്ടർ എന്നും തരംതിരിക്കുന്നു. ആ സൈസ് ആൻഡ് പെർഫോമൻസ് വൈസ് കമ്പ്യൂട്ടറിനെ വീണ്ടും 4 ആയി തിരിക്കുന്നു. സൂപ്പർ കമ്പ്യൂട്ടേഴ്സ്, 2 മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സ്, 3 മിനി കമ്പ്യൂട്ടേഴ്സ്, 4 മൈക്രോ കമ്പ്യൂട്ടേഴ്സ്. ഒന്നുകൂടെ പറയാം, 1 സൂപ്പർ കമ്പ്യൂട്ടേഴ്സ്, 2 മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സ്, 3 മിനി കമ്പ്യൂട്ടർ, 4 മൈക്രോ കമ്പ്യൂട്ടേഴ്സ്. ഇതില് നമുക്ക് സൂപ്പർ കമ്പ്യൂട്ടർ എടുക്കാം. അപ്പൊ ഈ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പ്രത്യേകത, ഈ കമ്പ്യൂട്ടറിൽ വെച്ച് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള കമ്പ്യൂട്ടറാണ്. മോസ്റ്റ് പവർഫുൾ കമ്പ്യൂട്ടേഴ്സ് among digital computers. Most powerful computer among digital computers. അപ്പൊ ഡിജിറ്റൽ കമ്പ്യൂട്ടറുകളിൽ വെച്ച് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള കമ്പ്യൂട്ടർ എന്ന് കേട്ടാൽ സൂപ്പർ കമ്പ്യൂട്ടർ. വലിപ്പത്തിലായിരുന്നാലും വലുതാണ്. അവിടെ സെവറൽ പ്രോസസ്സേഴ്സ് ഉണ്ട്. ഇതിന് ധാരാളം, നമുക്കിപ്പോ ഒരു കമ്പ്യൂട്ടർ മൈക്രോ കമ്പ്യൂട്ടർ ആണെങ്കിൽ ഒരു പ്രോസസ്സറേ ഉള്ളൂ, ഒരാളിനെ ജോലി ചെയ്യാൻ പറ്റും. ഒരു പ്രോഗ്രാം അയക്കാനോ പ്രോഗ്രാം ചെയ്യാമെങ്കിലും. എന്നാൽ ഈ സൂപ്പർ കമ്പ്യൂട്ടറിൽ ഒന്നിൽ കൂടുതൽ ആളുകൾക്ക് മൾട്ടി യൂസേഴ്സിന് യൂസ് ചെയ്യാം, മൾട്ടി ടാസ്ക് അതിൽ ചെയ്യാം, ഒരുപാട് പേർക്ക് അതിൽ വർക്ക് ചെയ്യാം, ഒരുപാട് പ്രോഗ്രാം വർക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഒരു പ്രോസസ്സർ അല്ല, ഇതില് മൾട്ടി പ്രോസസർ, സെവറൽ പ്രോസസ്സസ് ഉണ്ട്, ധാരാളം പ്രോസസ്സേഴ്സ് ഉണ്ട്. അപ്പോ മോസ്റ്റ് പവർഫുൾ കമ്പ്യൂട്ടേഴ്സ് എമംഗ് ഡിജിറ്റൽ കമ്പ്യൂട്ടർ ആരാ? സൂപ്പർ കമ്പ്യൂട്ടർ. അത് മാത്രമല്ല ഇതിൽ സെവറൽ പ്രോസസ്സിംഗ് ഉണ്ട്. അത് മാത്രമല്ല വളരെ ഫാസ്റ്റ് ആണ്, നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയാത്തതിലും അപ്പുറം ഫാസ്റ്റ് ആണ്. അത് മാത്രമല്ല ഇത് പവർഫുൾ ആണ്. അപ്പൊ അത്രയ്ക്ക് മേന്മകളുള്ള കമ്പ്യൂട്ടറാണ് സൂപ്പർ കമ്പ്യൂട്ടർ. അപ്പോ ഇതിന്റെ ആ പറയുന്ന സ്പീഡ് അല്ലെങ്കിൽ മെമ്മറി ഒക്കെ നമ്മൾ അളക്കുന്നത് ഫ്ലോപ്സിലാണ്. ഫ്ലോപ്സ് നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഫ്ലോപ്സിന്റെ ഫുൾ ഫോം എന്താണ്? ഫ്ലോട്ടിംഗ് പോയിന്റ് ഓപ്പറേഷൻസ് പെർ സെക്കൻഡ് എന്നാണ്. ഫ്ലോട്ടിംഗ് പോയിന്റ് ഓപ്പറേഷൻസ് പെർ സെക്കൻഡ്. അപ്പോ അത്ര ഇതിലിപ്പോ ടെറാഫ്ലോപ്സ് ഒക്കെയാണ്. ടെറാഫ്ലോപ്സ് കഴിഞ്ഞു. ടെറാഫ്ലോപ്സ് ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. ടെറാഫ്ലോപ്സ് എന്ന് പറഞ്ഞാല് ഇപ്പോ നമുക്ക് നോക്കാം. ഇപ്പോ ടെറാഫ്ലോപ്സ് എന്ന് പറഞ്ഞാല് 10⁻² ഉണ്ടോ ഫ്ലോപ്സ് ആണ് എന്ന് പറയുമ്പോ ഒന്നിന്റെ കൂടെ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12 സീറോകൾ വരും. ഇത്രയും ഫ്ലോപ്സ് തന്നെ ഭയങ്കര സ്പീഡാണ്. അപ്പൊ ടെറാഫ്ലോപ്സ് ആവുമ്പോ നോക്കിയേ 12 പൂജ്യം കൂടെ അതിന്റെ കൂടെ വരും. അപ്പൊ അത്ര സ്പീഡുള്ള കമ്പ്യൂട്ടറാണ് ഈ സൂപ്പർ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് ഞാനൊരു എക്സാമ്പിൾ പറയുന്നേ ഉള്ളൂ. അപ്പൊ അത്ര നമ്മളെ കണ്ണു തള്ളിപ്പോ അത്രയ്ക്ക് സ്പീഡാണ്. എന്താണ് ഇതിന്റെ ജോലി? ജോലി ഒന്നെന്ന് പറയാൻ പറ്റില്ല, മൾട്ടി ടാസ്ക് ചെയ്യുന്നതാണ്, മൾട്ടി യൂസർ കമ്പ്യൂട്ടേഴ്സ് ആണ്. അതുപോലെ മാത്രമല്ല ഇതിന്റെ സാധാരണ നമ്മളിപ്പോ ഒരു ലെറ്റർ ടൈപ്പ് ചെയ്യാനല്ല സൂപ്പർ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നത്. ഇപ്പൊ സൂപ്പർ കമ്പ്യൂട്ടർ നമ്മൾ ഉപയോഗിക്കുന്നത് വെതർ ഫോർകാസ്റ്റിങ്ങിനാണ്, ബ്രോഡ്കാസ്റ്റിങ്ങിനല്ല,
കാലാവസ്ഥാ പ്രവചനം. നിങ്ങൾക്കറിയാം, ഇന്ന ചുഴലിക്കാറ്റ് വരുന്നു, അത് ഇന്ന സ്ഥലത്തെത്തി, ഇത്ര മണിക്കൂർ കഴിയുമ്പോൾ ഇന്ന രാജ്യത്തെത്തും എന്നൊക്കെ മുൻകൂട്ടി, അതാണ് മുൻകൂട്ടി അറിയുന്നതാണ് പ്രവചനം. അല്ല വന്നിട്ട് പറയുന്നതല്ല പ്രവചനം. അതിനുവേണ്ടി നമ്മളെ സഹായിക്കുന്ന കമ്പ്യൂട്ടറാണ് ആരാ? സൂപ്പർ കമ്പ്യൂട്ടർ, വെദർ ഫോർകാസ്റ്റിംഗ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ അപ്പൊ 4 മണിക്കൂർ കഴിയുമ്പോൾ ഇന്ത്യയിലെത്തും ഇന്ന സ്ഥലം. അപ്പൊ 4 മണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ ആ ആളുകളെ അവിടുന്ന് മാറ്റി പാർപ്പിക്കും. അങ്ങനെ എത്രയോ ജീവൻ രക്ഷിക്കാൻ കഴിയും. അപ്പൊ നന്ദി ആരോട് ചൊല്ലേണ്ടു? സൂപ്പർ കമ്പ്യൂട്ടറിനോട്. അപ്പൊ വെദർ ഫോർകാസ്റ്റിംഗ്, മറ്റത് ചുഴലിക്കാറ്റൊക്കെ വരുമ്പോഴേ അറിയാവും, അല്ലെങ്കിൽ വെള്ളപ്പൊക്കം വരുമ്പോഴേ അറിയാവും. മറ്റേ ഇത്ര മണിക്കൂറിനുള്ളിൽ വെള്ളം ഇന്നടുത്തെത്തും, ഇന്ന സ്ഥലത്തെല്ലാം മഴ പെയ്യും, ഇന്നടുത്തെല്ലാം ന്യൂനമർദ്ദം. ഇതെല്ലാം ഇന്ന് അറിയുന്നത് സൂപ്പർ കമ്പ്യൂട്ടർ, വെദർ ഫോർകാസ്റ്റിംഗ്. അതുപോലെ തന്നെ സ്പേസ് എക്സ്പെരിമെന്റ്സ്, ബഹിരാകാശ പരീക്ഷണങ്ങൾ. നിങ്ങൾക്കറിയാം, നമ്മുടെ ചൊവ്വയിലേക്ക് വിട്ടിരിക്കുക. അപ്പൊ നമ്മുടെ കാർ അങ്ങോട്ട് പോയിട്ട് എവിടെ എത്തി നമുക്കറിയാൻ പറ്റും. ഇപ്പൊ ഇവിടെ ചൊവ്വയിലേക്ക് പോകുന്നു, ചന്ദ്രനിലേക്ക് പോകുന്നു, അത് എവിടെ എത്തി, എവിടെ, ഇതെല്ലാം മേളിൽ പോകുന്നവരുടെ കഴിവല്ല, ആ പോണ വാഹനത്തിന്റെ കഴിവ് മാത്രമല്ല, ഇവിടെ ഇരുന്ന ഗ്രൗണ്ട് കൺട്രോളാണ്. ആ ഗ്രൗണ്ട് കൺട്രോളിംഗ് നടത്തുന്നത് ഈ പറയുന്ന സൂപ്പർ കമ്പ്യൂട്ടർ വെച്ച്. അപ്പൊ ആ വാഹനം എവിടെ എത്തി, എങ്ങനെ എത്തി, അപ്പൊ ഇതെല്ലാം ഇവിടെ എത്തുകയാണ്. അതിനെവിടെ ഇരുന്ന് കൊണ്ടുപോകണം, അതിന്റെ സോളാർ പാനൽ നിവർത്താൻ, അല്ലെങ്കിൽ വേറെ അല്ലെങ്കിൽ ഒറ്റ ഇതായിട്ട് പോകുന്ന രണ്ടിനെ സെപ്പറേറ്റ് ചെയ്യാൻ. ഈ ഇടയ്ക്കെല്ലാം നിങ്ങൾ ചന്ദ്രനിലൊക്കെ ഇറങ്ങിയ കാര്യങ്ങളും ചൊവ്വയിൽ ഇറങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പൊ അങ്ങനെയുള്ള ബഹിരാകാശ ഗവേഷണങ്ങൾക്ക്, സ്പേസിലുള്ള റിസർച്ചുകൾക്ക് അല്ലെങ്കിൽ എക്സ്പെരിമെന്റ്സുകൾക്ക് എല്ലാം സൂപ്പർ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നു. അത് മാത്രമല്ല, എർത്ത് ക്വാക്സ്, ഭൂമി കുലുക്കം. ഭൂമി ഇങ്ങനെ നമ്മളെ കൊണ്ട് കറങ്ങിക്കൊണ്ടിരിക്കുക, ഈ സമയത്ത് ഭൂമി വാക്കില്ലാന്ന് പറഞ്ഞു. ആ എർത്ത് ക്വാക്സ്, ആ ഭൂമി കുലുക്കം എന്ന് പറഞ്ഞാൽ ഭൂമി സാധാരണ കുലുങ്ങി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അല്ലാതെ ഭൂമി കുലുക്കം എന്ന് പറഞ്ഞു കാര്യം നമ്മുടെ റോഡുകളൊക്കെ ദൂരേക്ക് എറിയപ്പെടും, മരങ്ങളൊക്കെ ദൂരേക്ക്, വീടുകളൊക്കെ അങ്ങനെ ഒരു പ്രദേശമേ ഇല്ലാതാവും. അപ്പോ അങ്ങനെയുള്ള എർത്ത് ക്വാക്സ് നമുക്ക് നേരത്തെ അറിയാൻ പറ്റും, എർത്ത് ക്വാക്സ് അറിയാൻ പറ്റും. അതുപോലെ തന്നെ അതിനെക്കുറിച്ച് പഠിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മളെ മോഡലിംഗ് ഓഫ് ന്യൂക്ലിയർ വെപ്പൺസ്, ന്യൂക്ലിയർ ഡിവൈസസ്. നിങ്ങൾക്കറിയാം, നമ്മുടെ അബ്ദുൽ കലാമിനെ പോലെ ഉള്ള സയന്റിസ്റ്റുമാർ, അവര് നമ്മളെ രാജ്യത്തെ മറ്റുള്ളവരെ കൊല്ലുന്നതിന് വേണ്ടിയുള്ള ഉദ്ദേശത്തോടെ അല്ല എങ്കിലും, നമ്മളെ രാജ്യത്തെ മറ്റു രാജ്യങ്ങൾ ആക്രമിച്ചാൽ നമുക്ക് എതിർത്ത് നിന്നല്ലേ പറ്റുള്ളൂ. അപ്പൊ അതിനുവേണ്ടിയുള്ള മിസൈലുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ട്, പൃഥ്വി, അഗ്നി, ഇങ്ങനെയൊക്കെയുള്ള ഉള്ള മിസൈലുകൾ. അപ്പൊ അത് ഈ സൂപ്പർ കമ്പ്യൂട്ടർ വെച്ചാണ് അതിന് ഡിസൈൻ ചെയ്യുന്ന മോഡലിംഗ്. ഇത്രയും ഫ്രിക്ഷൻ ഒക്കെ തടഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഈ ഭൂതലത്തിൽ നിന്ന് മറ്റൊരു ഭൂതലത്തിലേക്ക് പോകുന്നതാണ് ഈ അഗ്നി പോലെയുള്ള മിസൈലുകളൊക്കെ ബഹിരാകാശത്ത് പോകുന്നതാണ്. അപ്പോ അതിങ്ങനെ പോയി ഇത്രയും കിലോ ഭാരവും വഹിച്ചുകൊണ്ട് നമ്മുടെ ഈ രാജ്യത്ത് നിന്ന് അടുത്ത രാജ്യത്ത് നിന്ന് വീഴും. അപ്പൊ അത്രയും ഉള്ള മിസൈലുകളെ ഡിസൈൻ ചെയ്യുന്നു, അതിന്റെ പവർ പരീക്ഷിക്കുന്നു. അല്ലാതെ രാവിലെ അയച്ച് ഒരു അഗ്നി മിസൈൽ കൊളുത്തി വിട്ട് പരീക്ഷിക്കാൻ പറ്റത്തില്ല. ആളുകൾ വന്ന് വീണിച്ച ആളെ മരിക്കും, മറ്റു രാജ്യങ്ങൾ ഇടപെടും, മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് അത്തരം മിസൈലുകളെയൊക്കെ ഉള്ള പരീക്ഷിക്കുന്നതും ഡിസൈൻ ചെയ്യുന്നതും ഏതിലാണ്? ഈ പറയുന്ന സൂപ്പർ കമ്പ്യൂട്ടറിലാണ്. അടുത്തത് ഈ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ മറ്റൊരു വാഹനങ്ങളുടെയൊക്കെ അല്ലെങ്കിൽ എക്സ്പ്ലോഷന്റെയൊക്കെ. അപ്പൊ എക്സ്പ്ലോഷൻ, അതുപോലെ മോഡലിംഗ്, അപ്പൊ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ, ഇങ്ങനെയുള്ള മറ്റു കമ്പ്യൂട്ടറിന് ചെയ്യാൻ പറ്റാത്തത്ര വലിയ കാര്യങ്ങൾ ഈ സൂപ്പർ കമ്പ്യൂട്ടറുകൾ കൊണ്ട് നമ്മൾ ചെയ്യുന്നത്. പണ്ട് നമുക്കറിയാം, നമ്മളൊരു സൂപ്പർ കമ്പ്യൂട്ടറിന് വേണ്ടി തെണ്ടി നടന്നിട്ടുണ്ട്. അമേരിക്ക തന്നില്ല, റഷ്യ തന്നില്ല. ആ സമയത്ത് തന്നെ നമ്മള് രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണ് അദ്ദേഹം സീഡാക് എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഉണ്ടാക്കി. സീഡാക് അവരോട് പറഞ്ഞു, നമുക്കൊരു സൂപ്പർ കമ്പ്യൂട്ടർ വേണം. അങ്ങനെ ആ സൂപ്പർ കമ്പ്യൂട്ടർ ഈ കൊടുത്ത സമയത്തിന് മുമ്പ് തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുത്തു, സീഡാക്.
അപ്പൊ ആ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പേരാണ് പരം. പരം. നമ്മുടെ ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടറാണ് പരം. വീണ്ടും നമ്മൾ സൂപ്പർ കമ്പ്യൂട്ടർ ഇറക്കി അനുരാഗ്. അനുരാഗ്. ഇപ്പൊ നമുക്ക് സൂപ്പർ കമ്പ്യൂട്ടറിന് വേണ്ടിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും യന്ത്രങ്ങൾക്ക് വേണ്ടിയോ ഒന്നും മറ്റു രാജ്യങ്ങളിലേക്ക് പോകേണ്ടാത്ത അവസ്ഥയാണ് നമുക്കുള്ളത്. അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങൾ നമ്മളെ ആശ്രയിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. അതാണ് ഈ സൂപ്പർ കമ്പ്യൂട്ടർ. അപ്പൊ നമ്മൾ ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പേരാണ് പരം. ഇത് ഡെവലപ്പ് ചെയ്തതാണ് സീഡാക്. സീഡാക് കമ്പ്യൂട്ടറിനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ മിക്ക രാജ്യങ്ങൾക്കും ഇപ്പൊ സൂപ്പർ കമ്പ്യൂട്ടർ ഉണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിലെ സൂപ്പർ കമ്പ്യൂട്ടറാണ് ഏതൊക്കെ? പരം, അനുരാഗ്. പരമും ഒരു സൂപ്പർ കമ്പ്യൂട്ടറാണ്. ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടറാണ് പരം. അത് കഴിഞ്ഞാൽ അനുരാഗ്. ഈ പരം ഡെവലപ്പ് ചെയ്ത ആരാണ്? സീഡാക്. 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 സീഡാക്കിന്റെ ഫുൾ ഫോം എന്താണ്? സെൻട്രൽ ഫോർ ഡെവലപ്മെന്റ് അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിംഗ്. എന്താണ്? സെൻട്രൽ ഫോർ ഡെവലപ്മെന്റ് അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ ചുരുക്കെഴുത്താണ് സീഡാക് എന്ന് പറയുന്നത്. ഇത് പൂനെയിലാണ്. പൂന എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത്. പൂനെയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇവരാണ് ആദ്യത്തെ കമ്പ്യൂട്ടർ, സൂപ്പർ കമ്പ്യൂട്ടർ നമുക്ക് ഇന്ത്യക്ക് വേണ്ടി നിർമ്മിച്ചത്. സീഡാക്, സെൻട്രൽ ഫോർ ഡെവലപ്മെന്റ് അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിംഗ്. അപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഏതാണ്? ഈ ഡിജിറ്റൽ കമ്പ്യൂട്ടറിലെ ഏത്? സൈസ് ആൻഡ് പെർഫോമൻസ് വൈസ് കമ്പ്യൂട്ടറാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിൽ സൂപ്പർ കമ്പ്യൂട്ടർ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്ന രണ്ടാമത്തത് മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ. എന്താണ്? മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ. മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ വലിയ സ്ഥാപന റെയിൽവേയോ അല്ലെങ്കിൽ ഈ BSNL ഒക്കെ പോലെയുള്ള വലിയ സ്ഥാപനങ്ങൾക്ക് വേണ്ടി വളരെ ഹ്യൂജ് എമൗണ്ട് ഡാറ്റയൊക്കെ സൂക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ കമ്പ്യൂട്ടറാണ് മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ. അപ്പം അല്ലെങ്കിൽ ഈ മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ ആർ ഡിസൈൻഡ് ടു ഹാൻഡിൽ ഹ്യൂജ് വോളിയം ഓഫ് ഡാറ്റ ആൻഡ് ഇൻഫർമേഷൻ. ഹ്യൂജ് വോളിയത്തിലുള്ള അല്ലെങ്കിൽ വളരെ വലിയ കൂടുതൽ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇത് മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയാണ്. രണ്ടാമത്തത് അപ്പൊ ദീസ് ആർ ഡിസൈൻഡ് ടു ഹാൻഡിൽ ഹ്യൂജ് വോളിയം ഓഫ് ഡാറ്റ ആൻഡ് ഇൻഫർമേഷൻ. ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് തന്നെ ഹ്യൂജ് എമൗണ്ട് അല്ലെങ്കിൽ വോളിയം ഓഫ് ഡാറ്റയും ഇൻഫർമേഷനും സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ്. രണ്ടാമത്തെ കാര്യം, ഇത് നൂറുകണക്കിന് ഒരേ സമയത്ത് നൂറുകണക്കിന് യൂസേഴ്സിന് ഇത് ഒരുമിച്ച് യൂസ് ചെയ്യാൻ കഴിയും. These can support more than 100 users at a time. അപ്പോ 100ൽ കൂടുതൽ യൂസേഴ്സിന് ഒരേ സമയം തന്നെ ഈ ഒരു കമ്പ്യൂട്ടർ തന്നെ ഉപയോഗിക്കാം. These are very large and expensive computer. നമുക്ക് ഓടി ചെന്നിട്ട് പെട്ടെന്ന് ഒരു മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ വാങ്ങിച്ചുകൊണ്ടിരാൻ പറ്റത്തില്ല. വളരെ എക്സ്പെൻസീവ് ആണ്. അപ്പോ അതുപോലെ തന്നെ വളരെ വലുതുമാണ്. നമുക്ക് അതിന്റെ ആവശ്യം ഇല്ല. വലിയ വ്യവസായങ്ങൾക്കോ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾക്കോ ഒക്കെ മതി. അതുപോലെ അതിന് വളരെ പ്രോസസിംഗ് സ്പീഡ് വളരെ കൂടുതലാണ്. എന്നുവെച്ചാൽ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ താഴെ നിൽക്കുള്ളൂ എല്ലാ കാര്യങ്ങളും. സൂപ്പർ കമ്പ്യൂട്ടറിന് താഴെ നിൽക്കുള്ളൂ. ഏതിനെ? മൈക്രോ കമ്പ്യൂട്ടറിനെക്കാളും അല്ലെങ്കിൽ മിനി കമ്പ്യൂട്ടറിനെക്കാളും കൂടുതലാണ്. എന്നാൽ സൂപ്പർ കമ്പ്യൂട്ടറിനെക്കാളും താഴെ. അപ്പോ ഹാവ് ഗ്രേറ്റ് പ്രോസസിംഗ് സ്പീഡ്, very large storing capacity compared to micros and minis. അപ്പൊ മൈക്രോ കമ്പ്യൂട്ടേഴ്സിനെക്കാളും നമ്മളിനി പഠിക്കാൻ പോകുന്ന മിനി കമ്പ്യൂട്ടേഴ്സിനെക്കാളും പ്രോസസിംഗ് സ്പീഡ് കൂടുതലാണ്, വളരെ കൂടുതലാണ്, കപ്പാസിറ്റി കൂടുതലാണ്. അതുകൊണ്ട് മൾട്ടിപ്പിൾ പ്രോസസ്സർ പോലും ഇതിന് ഉണ്ട്. അപ്പൊ അങ്ങനെ അത്തരം കമ്പ്യൂട്ടറുകളെയാണ് നമ്മൾ മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. വളരെയധികം പ്രോസസിംഗ് സ്പീഡുള്ള, വളരെയധികം ഡാറ്റ സ്റ്റോർ ചെയ്യാൻ കഴിയുന്ന, വളരെയധികം എക്സ്പെൻസീവായ, വളരെ ലാർജായ, ധാരാളം നൂറുകണക്കിന് യൂസേഴ്സിന് ഒരേ സമയം ഉപയോഗിക്കാൻ പറ്റുന്ന, കൂടുതൽ പ്രോസസ്സറും ഒക്കെ ഉള്ള കമ്പ്യൂട്ടറാണ് എന്ത് കമ്പ്യൂട്ടർ? മെയിൻ ഫ്രെയിം
കമ്പ്യൂട്ടർ. അപ്പൊ ഈ മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ മൈക്രോ കമ്പ്യൂട്ടറിനെക്കാളും മിനി കമ്പ്യൂട്ടറിനെക്കാളുമാണ് ഈ കപ്പാസിറ്റികൾ എന്നാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ താഴെ ഇത് നിൽക്കുകയുള്ളൂ. പിന്നെ ഇതിന് എക്സാമ്പിൾ ആണ് ഈ ICL 39, CDC 6600, IBM 4381. ഇതൊക്കെ ഈ പറയുന്ന ഏതിന് നമ്മുടെ മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടറിന് എക്സാമ്പിൾ ആണ്. അപ്പൊ സൈസ് ആൻഡ് പെർഫോമൻസ് വൈസ് കമ്പ്യൂട്ടറിൽ ഇനി നമുക്ക് പഠിക്കാനുള്ളത് അതിന്റെ മൂന്നാമത്തെ ടൈപ്പ് കമ്പ്യൂട്ടർ ആണ് മിനി കമ്പ്യൂട്ടർ. എന്റെ പേരാണ് more powerful than micro computer. ഏതിനെക്കാളും മൈക്രോ കമ്പ്യൂട്ടേഴ്സിനെക്കാളും പവർഫുൾ ആണ്. എന്നാൽ സൂപ്പർ കമ്പ്യൂട്ടറിന്റെയും മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടറിനെക്കാളും പവർ കുറഞ്ഞതുമാണ്. അതുപോലെ മെയിൻലി മൾട്ടി യൂസർ സിസ്റ്റം ആയിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. കൂടുതൽ യൂസേഴ്സിന് ഒരേ സമയം യൂസ് ചെയ്യാം. അതുപോലെ ഗ്രേറ്റ് സ്റ്റോറേജ് കപ്പാസിറ്റി ആണ് ഇതിനുള്ളത്. അതുപോലെ ലാർജ് മെമ്മറി കമ്പയർഡ് ടു മൈക്രോ കമ്പ്യൂട്ടറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കൂടുതൽ എന്താണ് മെമ്മറി ഉണ്ട്. എക്സാമ്പിൾ PDP-11, VAX 7500 മാഗ്നം, അങ്ങനെ കുറെ മിനി കമ്പ്യൂട്ടേഴ്സിന്റെ എക്സാമ്പിൾ ആണ്. മിനി കമ്പ്യൂട്ടറിനെ കുറിച്ച് നമുക്ക് ഇത്രയും പഠിക്കാനുള്ളൂ. ഇനി സൈസ് ആൻഡ് പെർഫോമൻസ് വൈസ് കമ്പ്യൂട്ടറില് നാലാമത്തെ കമ്പ്യൂട്ടറാണ് നമ്മളൊക്കെ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ, മൈക്രോ കമ്പ്യൂട്ടേഴ്സ്. മൈക്രോ കമ്പ്യൂട്ടേഴ്സ്. അപ്പൊ ഈ മൈക്രോ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാല് ഇന്ന് വളരെ പോപ്പുലർ ആയിട്ടുള്ള നമ്മളെല്ലാം നിത്യോപയോഗ സാധനമായിട്ട് ഉപയോഗിക്കുന്ന ഇന്നത്തെ കമ്പ്യൂട്ടറാണ് ഈ മൈക്രോ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. അത് നിങ്ങളുടെ മൊബൈൽ ആയാലും കൊള്ളാം, നിങ്ങളുടെ ലാപ്ടോപ്പ് ആയിരുന്നാലും, നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ ആണെന്നെല്ലാം മൈക്രോ കമ്പ്യൂട്ടേഴ്സ്. എന്താണ് ഇതിനെ മൈക്രോ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞാല് അതില് മൈക്രോ പ്രോസസ്സറാണ് ഉപയോഗിക്കുന്നത്. പ്രോസസ്സിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത് മൈക്രോ പ്രോസസ്സറാണ്. 4th ജനറേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. മൈക്രോ പ്രോസസ്സറാണ് ഇതിന്റെ പ്രോസസ്സർ. CPU, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ആയിട്ട് ഇതിൽ ഉപയോഗിക്കുന്നത് മൈക്രോ പ്രോസസ്സറാണ്. അപ്പോൾ കമ്പ്യൂട്ടർ ഇൻ വിച്ച് CPU ഈസ് എ മൈക്രോ പ്രോസസ്സർ. അത്തരം കമ്പ്യൂട്ടറുകളെ നമുക്ക് മൈക്രോ കമ്പ്യൂട്ടേഴ്സ് എന്ന് വിളിക്കാം. അപ്പോ ഇത് എഡ്യൂക്കേഷണൽ ട്രെയിനിങ്ങിന്, അതുപോലെ തന്നെ സ്മോൾ ബിസിനസിന്, അതുപോലെ വീടുകളില്, അതുപോലെ ഗെയിം കളിക്കാൻ, ഇങ്ങനെ എല്ലാ ആവശ്യങ്ങൾക്കും, ഇപ്പൊ ഫോൺ ചെയ്യാൻ അല്ലെങ്കിൽ വീഡിയോ ഫോട്ടോ, ഇപ്പൊ എല്ലാത്തിനും നമ്മള് സ്മാർട്ട് ഫോണുകളെല്ലാം ഇതുപോലെയുള്ള മൈക്രോ കമ്പ്യൂട്ടറുകൾ എല്ലാത്തിനും എല്ലാ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കും. എക്സാമ്പിൾ IBM PCs. അപ്പൊ IBM PC അല്ലെങ്കിൽ IBM PC അല്ലെങ്കിൽ അതിന്റെ ക്ലോണുകളായിരിക്കും ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ആപ്പിൾ മാക് എന്ന് പറഞ്ഞാൽ മെയ്ഡ് ബൈ ആപ്പിൾ കമ്പ്യൂട്ടർ, മെയ്ഡ് ബൈ ആപ്പിൾ. ഇതൊക്കെ ഇതിന്റെ എക്സാമ്പിൾ ആണ്, അല്ലെങ്കിൽ ഇതിന്റെ അടുത്ത. അപ്പോ മൈക്രോ കമ്പ്യൂട്ടറിന്റെ എക്സാമ്പിൾ ആണ് മാക്, മെയ്ഡ് ബൈ ആപ്പിൾ. അതിനാണ് മാക് അല്ലെങ്കിൽ മാസിൻടോഷ് എന്നൊക്കെ പറയാം, മാസിൻടോഷ് കമ്പ്യൂട്ടേഴ്സ്. അതുപോലെ തന്നെ ഈ IBM PC ഒക്കെ ഇതിന് എക്സാമ്പിൾ ആണ്. അതിന്റെ ക്ലോണുകൾ ഉപയോഗിക്കാം. അതുപോലെ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ക്ലാസിഫൈഡ് അല്ല, ഈ കമ്പ്യൂട്ടേഴ്സിന് ഇതിന് കാര്യം സാധാരണ ആൾക്കാരുടെ ഉപയോഗത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറുകളെയാണ് ഉപയോഗത്തിന് വേണ്ടി നമ്മൾ ആശ്രയിക്കുന്ന കമ്പ്യൂട്ടറാണ് മൈക്രോ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം, ഇതിന്റെ CPU മൈക്രോ പ്രോസസ്സറാണ്. മൈക്രോ പ്രോസസ്സർ എന്താണ്? ഹൈ ലെവൽ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്, സിലിക്ക ചിപ്പിൽ ഇതെല്ലാം ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നു ഒരുപാട്. അപ്പോ അതുപോലെ കമ്പ്യൂട്ടർ ഇൻ വിച്ച് CPU ഈസ് മൈക്രോ പ്രോസസ്സർ. അതുകൊണ്ട് തന്നെയാണ് ഇതിന് മൈക്രോ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. ഇനി വളരെ പോപ്പുലർ ആയിട്ടുള്ള കമ്പ്യൂട്ടർ ഏത് എന്ന് ചോദിച്ചാലും മൈക്രോ കമ്പ്യൂട്ടറാണ്. ഇനി മൈക്രോ കമ്പ്യൂട്ടേഴ്സ് ഓർ PCs can be further classified. വീണ്ടും ക്ലാസിഫൈ ചെയ്യാം, വീണ്ടും ഇതിനെ ക്ലാസിഫൈ ചെയ്യാം ഓൺ ദി ബേസിസ് ഓഫ് സൈസ് ആൻഡ് മെയ്ഡ് ഓഫ് യൂസ്. അതിന്റെ യൂസും
സൈസും അനുസരിച്ച് ഈ പറയുന്ന മൈക്രോ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ പി സികളെ വീണ്ടും നമുക്ക് തരംതിരിക്കാം. ഒന്ന് ഡെസ്ക് ടോപ്പ് കമ്പ്യൂട്ടർ. ഡെസ്ക് വെരി വെരി പോപ്പുലർ കമ്പ്യൂട്ടർ ആണ്. ഇതിൽ നമ്മുടെ മൈക്രോ കമ്പ്യൂട്ടറുകളിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള കമ്പ്യൂട്ടറാണ് ഡെസ്ക് ടോപ്പ് കമ്പ്യൂട്ടർ. നിങ്ങളുടെ സ്കൂളുകളിലും കോളേജുകളിലും വീട്ടിലും ഒക്കെ ഡെസ്കിന്റെ പുറത്ത് വെച്ച് ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ. അപ്പോ അത് കഴിഞ്ഞിട്ട് നമുക്ക് പഠിക്കാനുള്ളത് പാം ടോപ്പ് കമ്പ്യൂട്ടറാണ്. പാം ടോപ്പ് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ മൊബൈലൊക്കെ ഈ കൈപ്പത്തിയിലല്ലേ ഇരിക്കുന്നത്, പാം ടോപ്പ് കമ്പ്യൂട്ടറാണ്. അപ്പോ സ്മാർട്ട് ഫോണുകളെല്ലാം പാം ടോപ്പ് കമ്പ്യൂട്ടറാണ്. അല്ലെങ്കിൽ പോക്കറ്റ് കമ്പ്യൂട്ടർ. പോക്കറ്റ് കമ്പ്യൂട്ടറും പാം ടോപ്പ് കമ്പ്യൂട്ടറും ഒക്കെ എക്സാമ്പിൾ ആണ്. ആദ്യകാലത്ത് ഡെൽ ആക്സിം എന്ന് പറയുന്ന കമ്പ്യൂട്ടർ ഇതുണ്ടായിരുന്നു. പാം ടോപ്പ് കമ്പ്യൂട്ടർ ഈ കൈപ്പത്തിയിൽ വെച്ചിട്ട് ഇങ്ങനെ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറാണ് പാം ടോപ്പ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. ഇതിന് ടച്ച് സ്ക്രീൻ ആയിരിക്കും ഉള്ളത്, പ്രത്യേക ടച്ച് സ്ക്രീൻ ആയിരിക്കും, അവിടെയാണ് ടച്ച് സ്ക്രീൻ. അത് കഴിഞ്ഞാൽ ലാപ്ടോപ്പ്, നിങ്ങൾക്ക് എല്ലാം അറിയാം. ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ വളരെ പോർട്ടബിൾ ആണ്. പോർട്ടബിൾ കമ്പ്യൂട്ടർ ആണ്. നമുക്ക് ഓഫീസ് ആവശ്യങ്ങൾക്കോ സ്കൂൾ ആവശ്യത്തിനോ ഈ നമുക്ക് പഠിക്കുന്നതിനോ ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന കമ്പ്യൂട്ടറാണ്. പക്ഷെ ഈ ഡെസ്ക് ടോപ്പ് പോലെ റഫായിട്ട് യൂസ് ചെയ്യരുത്. ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ പോർട്ടബിൾ കമ്പ്യൂട്ടർ ആണ്. ഒരു 2 കിലോഗ്രാം ഭാരമേ വരുള്ളൂ. മറ്റേ നമ്മുടെ മൗസും കീബോർഡും അതുപോലെ എല്ലാം നമ്മുടെ വെബ്ക്യാമും എല്ലാം ഇങ്ങനെ പാർട്ടായിട്ടാണ് ഇരിക്കുന്നത്. അതാണ് കമ്പ്യൂട്ടർ സിസ്റ്റം, കമ്പ്യൂട്ടർ വ്യൂഹം എന്ന് പറയുന്നത്. ഇതല്ല, എല്ലാം ഒന്നിച്ച് ചേർത്ത് വെച്ചിരിക്കുന്നു. അപ്പൊ പോർട്ടബിൾ കമ്പ്യൂട്ടർ ആണ് നമ്മുടെ ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ. ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ പറയുമ്പോൾ ഒരു അഡീഷണൽ മൗസും ഒരു അഡീഷണൽ കീബോർഡും വാങ്ങിച്ചാൽ റഫായിട്ട് ഉപയോഗിക്കാം. കൊച്ചുകുട്ടികൾ ഉപയോഗിക്കണമെങ്കിൽ അഡീഷണൽ ഒരു കീബോർഡ് കൂടെ വാങ്ങിച്ച് കൊടുക്കുക. അല്ലെങ്കിൽ അപ്പോ ഇതിന്റെ വേറെ പ്രത്യേകത വെച്ചാൽ ഒരു 30 വാട്ട്സ് തൊട്ട് 40 വാട്ട്സ്, ഒരു 30 വാട്ട്സ് കറണ്ടൊക്കെ ആവുള്ളൂ, വൈദ്യുതി ആവുള്ളൂ. മറ്റേ ഇപ്പോഴത്തെ LED സ്ക്രീൻ മോണിറ്റർ ആയിരുന്നാൽ പോലും ഡെസ്ക് ടോപ്പ് കമ്പ്യൂട്ടർ 200 വാട്ടാണ്. 200 വാട്ട് വൈദ്യുതി ആവും. 200 ആവും. ഇത് 30 മുതൽ 40 വാട്ട് വരെ വൈദ്യുതി ആവുള്ളൂ. പിന്നെ ഇതിന് നോട്ട് റിക്വയർഡ് UPSന്റെ ആവശ്യമില്ല. നമ്മളെ ഡെസ്ക് ടോപ്പ് ആകുമ്പോൾ നമുക്ക് UPSന്റെ ആവശ്യമുണ്ട്. UPS എന്തെങ്കിലുള്ള കുഴപ്പമെന്ന് വെച്ചാൽ ഇതിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കറണ്ട് വല്ലതും പോവുകയാണെങ്കിൽ പെട്ടെന്ന് നിന്നു. ഇതിനകത്ത് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഹാർഡ് ഡിസ്കിനുള്ളിൽ CD പോലത്തെ സാധനം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് നിന്ന് കഴിഞ്ഞാൽ അതിന് ബാഡ് സെക്ടറൊക്കെ വരാൻ സാധ്യതയാണ്. അവിടെ ഹാർഡ് ഡിസ്ക് പോകും. അപ്പൊ അത് ഷട്ട് ഡൗൺ ചെയ്യണം. അപ്പൊ അതിനൊരു സമയം വേണം. അപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് സേവ് ചെയ്യാൻ വേണ്ടി ഒരു സമയം വേണം. അപ്പൊ അതിനുവേണ്ടി ഒരു 20 മിനിറ്റെങ്കിലും കിട്ടുന്ന ഒരു UPS വാങ്ങിച്ചു വെക്കുന്നത് നല്ലതാണ് ഡെസ്ക് ടോപ്പിന്. പക്ഷെ ലാപ്ടോപ്പിന് അതിന് തന്നെ ബാറ്ററി ഉള്ളത് കൊണ്ട് നമുക്ക് എന്തിന്റെ ആവശ്യമില്ല, അതിന് നമുക്ക് UPSന്റെ ആവശ്യം ഇല്ല. അൺഇൻറപ്റ്റഡ് പവർ സപ്ലൈ എന്നാണ് UPSന്റെ ഫുൾ ഫോം. അൺഇൻറപ്റ്റഡ് പവർ സപ്ലൈ, തടസ്സം കൂടാതെയുള്ള പവർ സപ്ലൈ. അപ്പൊ ഇവിടെ ഈ ലാപ്ടോപ്പിന് എന്ത് വേണ്ട, നമുക്ക് UPS വേണ്ട. പക്ഷെ ഡെസ്ക് ടോപ്പിന് UPS വേണം. അത് ഓർത്തോണം. ഇതിന് നമ്മുടെ ലാപ്ടോപ്പിന് വേണ്ട. അതുകൊണ്ട് വൈദ്യുതി ഇത്രയാണ്. പക്ഷെ ഇതുപോലെ റഫായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പാടായിരിക്കും. ഇനി നമുക്കടുത്ത നോട്ട്ബുക്ക് കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയും. നോട്ട്ബുക്ക് കമ്പ്യൂട്ടേഴ്സ് നോട്ട്ബുക്ക് കമ്പ്യൂട്ടേഴ്സ്. അപ്പൊ നോട്ട്ബുക്ക് കമ്പ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ലാപ്ടോപ്പ് കമ്പ്യൂട്ടേഴ്സിനെക്കാളും കുറച്ച് ചെറിയ സൈസ്. ഇപ്പൊ A4 സൈസ് പേപ്പറിന്റെ അത്ര വലിപ്പം കാണും. അതും മൈക്രോ കമ്പ്യൂട്ടേഴ്സിന്റെ കൂട്ടത്തിലാണ്. മൈക്രോ കമ്പ്യൂട്ടേഴ്സിന്റെ കൂട്ടത്തിലാണ് വരുന്നത്. അതുപോലെ നോട്ട്ബുക്ക്, അതിന് സബ് നോട്ട്ബുക്ക് ഉണ്ട്. ആൾസോ ആസ് നീടോപ്പ് ഓർ അൾട്രാ പോർട്ടബിൾ എന്നൊക്കെ നമുക്ക് പറയാം. ഈ പറയുന്ന ഇപ്പോ സബ് നോട്ട് ബുക്കിനെ വേണമെങ്കിൽ നമുക്ക് നീടോപ്പ് അല്ലെങ്കിൽ അൾട്രാ പോർട്ടബിൾ കമ്പ്യൂട്ടേഴ്സ് എന്നൊക്കെ നമുക്ക് പറയാൻ കഴിയും. ഇതും മൈക്രോ കമ്പ്യൂട്ടർ ആണ്. അത് 1 കിലോഗ്രാം വെയിറ്റ്, 1 കിലോഗ്രാം. ഇപ്പൊ നോട്ട്ബുക്ക് ഏകദേശം ലാപ്ടോപ്പ് പോലെയാണ്. A4 സൈസ് പേപ്പറിന്റെ വലിപ്പേ കാണും. A4 സൈസ് പേപ്പർ എന്ന് പറയുമ്പോൾ 210 മില്ലിമീറ്റർ വീതി, 297 മില്ലിമീറ്റർ
നീളമുള്ള പേപ്പറിനെയാണ് നമ്മൾ A4 സൈസ് പേപ്പർ എന്ന് പറയുന്നത്. അപ്പൊ ആ വലിപ്പം നോട്ട്ബുക്ക്. അതുപോലെ ഇത് സബ് നോട്ട്ബുക്ക് അറിയാലോ. ആൾസോ അല്ലെങ്കിൽ നിങ്ങൾ കൂടുതൽ കേട്ട് കാണില്ല, ആസ് എ നീ ടോപ്പ് ഓർ അൾട്രാ പോർട്ടബിൾ കമ്പ്യൂട്ടർ 1 കിലോഗ്രാം എടുക്കാൻ പറ്റും. നമ്മുടെ ഈ ഡെസ്ക് ഈ ലാപ്ടോപ്പിലൊക്കെ 2 കിലോ ഭാരമാണ്. ഇവിടെ അത് കഴിഞ്ഞ് നമുക്ക് പഠിക്കാനുള്ളത് അത് ഇത് മൈക്രോ കമ്പ്യൂട്ടറാണ്. ഇനി 6ാമത് നമ്മൾ പഠിക്കുന്നു ടാബ്ലറ്റ്. കുട്ടികളൊക്കെ പഠിക്കാൻ സൗകര്യത്തിനും കൊണ്ടു നടക്കാൻ സൗകര്യത്തിനും അതുപോലെ അടുത്ത പെൻ കമ്പ്യൂട്ടർ. അഡ്വാൻസ്മെന്റ് ഓഫ് ഇലക്ട്രോണിക് ഫാബ്രിക്കേഷൻ ടെക്നോളജി ആയിട്ട് വന്നിട്ട് ഇത് ചെറിയ റെഡ്യൂസ് ചെയ്ത് ഇതിന്റെ സൈസൊക്കെ റെഡ്യൂസ് ചെയ്ത് 5 പേനയായിട്ടുള്ള ഒരു കമ്പ്യൂട്ടറാണ്. 5 പേനകളായിട്ട് കാണിച്ചു തരാം. 5 പേനകളായിട്ട് ഉപയോഗിക്കുന്ന ഒരു പേനകൾ ഉപയോഗിച്ചുള്ള ഒരു കമ്പ്യൂട്ടറാണ് പെൻ കമ്പ്യൂട്ടർ. അഡ്വാൻസ്മെന്റ് ഓഫ് ഇലക്ട്രോണിക് ഫാബ്രിക്കേഷൻ ടെക്നോളജി. അപ്പം ഏകദേശം മൈക്രോ കമ്പ്യൂട്ടറുകളായി എന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാം ഒന്ന് പറഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോ ഇനി വാട്ട് ഈസ് നെക്സ്റ്റ്? ഇനി എന്താണ്? അപ്പൊ വാട്ട് ഈസ് നെക്സ്റ്റ് എന്ന് പറയുമ്പോ ഇനി അടുത്തത് വെയറബിൾ കമ്പ്യൂട്ടർ. ഇപ്പൊ വന്നു കഴിഞ്ഞ് വെയറബിൾ കമ്പ്യൂട്ടർ ഹെൽമെറ്റിലുണ്ട്, ക്യാമറയും കമ്പ്യൂട്ടറിലുണ്ട്, കണ്ണാടിയിലുണ്ട് ഈ വെയറബിൾ കമ്പ്യൂട്ടർ. ഇപ്പൊ എല്ലാത്തിനും ക്യാമറ, താക്കോൽ വളയം, പേന, ഇതിലൊക്കെ ക്യാമറ ഉൾപ്പെടെയുള്ള പ്രോസസിംഗ് യൂണിറ്റുകളുണ്ട് ഇപ്പോ. അപ്പൊ അത് വെയറബിൾ അല്ലേ? ഇനി ചിലപ്പോൾ ഈ ബട്ടൺസുകളൊക്കെ ക്യാമറകളായി മാറിയിരിക്കാം. നമ്മള് എല്ലാം ധരിക്കുന്നതായിരിക്കും. അങ്ങനെ പകുതി മനുഷ്യനും ഹാഫ് ഹ്യൂമനും ഹാഫ് ഇലക്ട്രോണിക്കുമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഹാഫ് ഹ്യൂമനും ഹാഫ് ഇലക്ട്രോണിക്കുമായി നമ്മൾ സൈബോർഗുകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ സൈബോർഗ് എന്ന് വെച്ചാൽ സൈബർനെറ്റിക്സ് പ്ലസ് ഓർഗാനിക്. നമ്മൾ അപ്പൊ സൈബർനെറ്റിക്സ് എന്ന് പറഞ്ഞാൽ അപ്പൊ ഹാഫ് ഇലക്ട്രോണിക്, ഓർഗാനിക് എന്ന് പറഞ്ഞാൽ ഹാഫ് ഹ്യൂമൻ. അപ്പൊ നമ്മൾ മൊത്തം ഈ ഉടുപ്പെല്ലാം നമ്മൾ ഇലക്ട്രോണിക് ആയിരിക്കും. നമ്മൾ ഇപ്പോഴേ നമ്മൾ ഇവിടെ ഒരു മൊബൈൽ, ഇവിടെ എങ്ങനെയൊക്കെ. അപ്പൊ പകുതി മനുഷ്യനും പകുതി ഇലക്ട്രോണിക്കുമായി മാറിക്കൊണ്ടിരിക്കുന്ന സൈബോർഗ്സ്. അതുപോലെ തന്നെ നമുക്ക് വിയറബിൾ ആയിട്ടുള്ള സ്പൈഡർ ഡ്രസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ഇങ്ങനെയുള്ള വിയറബിൾ വന്നുകൊണ്ടിരിക്കുന്നു, വരാനിരിക്കുന്നു. അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ റെറ്റിന യൂസിങ് സിലിക്കൺ ചിപ്സിൽ ആർട്ടിഫിഷ്യൽ റെറ്റിന അറിയാലോ. നമ്മളെ കാഴ്ച കിട്ടുന്നത് ഈ നമ്മുടെ പ്രകാശം ചെന്ന് പതിക്കുന്ന ഒരു സ്ക്രീൻ ഉണ്ട് ഉള്ളില്. അതിനെ റെറ്റിന എന്ന് പറയും, ദൃഷ്ടി പടലം എന്ന് പറയും. അതിൽ കോൺ സെൽസും റോഡ് സെൽസും ഒക്കെ ഉണ്ട്. അതിന്റെ സ്റ്റിമുലേഷന്റെ ഫലമായിട്ടാണ് നമുക്ക് വസ്തുക്കളുടെ ഇമേജ് അതിൽ പതിയുകയും നമുക്ക് കാണാൻ ഒപ്റ്റിക് നെർവ്സ് ബ്രെയിനിൽ എത്തിക്കുകയും നമുക്ക് കാണാൻ പറ്റുകയൊക്കെ ചെയ്യുന്നു. അപ്പൊ അതുപോലെ ബ്രെയിനിനെ ഈ ആർട്ടിഫിഷ്യൽ റെറ്റിനയുമായിട്ട് ഘടിപ്പിച്ചുകൊണ്ട് ബ്ലൈൻഡ് പീപ്പിളിന് അല്ലെങ്കിൽ ഗീവ് സൈറ്റ് ടു ബ്ലൈൻഡ് പീപ്പിൾ ഹു ഹാവ് നോ റെറ്റിന ഓർ ഡിഫക്റ്റീവ് റെറ്റിന. റെറ്റിന ഇല്ലാത്തതോ ഡിഫക്റ്റീവ് റെറ്റിന ഉള്ളതുമായ കുട്ടികൾക്ക് കാഴ്ച കൊടുക്കാൻ വേണ്ടി അകത്ത് ചിപ്പ് വയ്ക്കാമോ? ചിപ്പ് ആർട്ടിഫിഷ്യൽ റെറ്റിന അറിയാലോ നിങ്ങൾക്ക്. അല്ലെങ്കിൽ നേത്രം ദാനമായിട്ട് കിട്ടാതെ വേറെ ഒരു രക്ഷയുമില്ല. ഇതിനുള്ള ശ്രമങ്ങളും ബ്രെയിനുമായിട്ട് കണക്ട് ചെയ്ത് അങ്ങനെ കാഴ്ച വൈകല്യമുള്ളവർക്ക് കാഴ്ച നൽകാനുള്ള ശ്രമമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇനി എന്തെല്ലാം കാണാനിരിക്കുന്നു, അപ്പൊ എന്തെല്ലാം വരാനിരിക്കുന്നു. എല്ലാം വരട്ടെ, എല്ലാം നല്ലതിനാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.